മൂവിങ് ഓൺ വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുക എന്നുള്ള ചിന്ത ഞാൻ വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച് കൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതൊരു ശുശ്രൂഷയ്ക്കും ഏതൊരു സഭയ്ക്കും ദൈവം എഴുന്നേൽപ്പിച്ച ഏതൊരു മുന്നേറ്റത്തിനും വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കണ്ടെത്തൽ ആണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കണ്ടെത്തുക എന്നുള്ളത്. ഡിസ്കവറി ഓഫ് ഫാക്ട്സ്, പ്രവൃത്തികളുടെ പുസ്തകം കണ്ടെത്തുക. എന്താ ഞാൻ ഈ കണ്ടെത്തുക എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു? ഡിസ്കവറി, ടീച്ചിങ്, പഠനം, പഠിപ്പിക്കൽ. ഇത് നാം എല്ലാവരും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിക്കേണ്ടതും അത് അറിയേണ്ടതും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എന്നാൽ ഒരു കാര്യം പഠിച്ചതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ആ സത്യം നാം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിർബന്ധമില്ല. നോയിങ് സംതിങ് ആൻഡ് ഡിസ്കവറിങ് സംതിങ്, ഒരു കാര്യം അറിയുക എന്ന് പറയുന്നതും ഒരു കാര്യം കണ്ടെത്തുക എന്ന് പറയുന്നതും ഒന്നല്ല. നാം അറിഞ്ഞ കാര്യങ്ങൾ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നാം അറിഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ടീച്ചിങ്, ഒരു പഠിപ്പിക്കലിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തെ സമൂലമായി സ്വാധീനിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. ആ അറിഞ്ഞ കാര്യം ഒരു കണ്ടെത്തലായി, ഒരു ഡിസ്കവറിയായി നമുക്ക് തീരുമ്പോൾ മാത്രമേ, only when we see what we have known, നാം അറിഞ്ഞ കാര്യം നാം കാണുമ്പോൾ മാത്രമേ അത് നമ്മുടെ ജീവിതത്തെ മൗലികമായി സ്വാധീനിക്കുകയുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ, അറിഞ്ഞിട്ടുള്ളവർ അനവധിയാണ്. ഓരോ അളവിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തെ ഓരോ നിലയിൽ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെ അറിയുന്നതുകൊണ്ടും പഠിക്കുന്നതുകൊണ്ടും ആ ദൈവരാജ്യ മുഖാന്തരം ഉണ്ടാകേണ്ടതായിട്ടുള്ള ജീവിത സ്വാധീനം, റിയൽ ഇമ്പാക്ട് ഓഫ് ലൈഫ്, ജീവിതത്തിൽ സംഭവിക്കേണ്ട മൗലികമായിരിക്കുന്ന സ്വാധീനം, ആഘാതം അനേകരിലും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ബിക്കോസ് to be taught of the kingdom is not the same as discovering the kingdom. ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യം കൃത്യമായും അതല്ല ദൈവരാജ്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യം. മത്തായി സുവിശേഷത്തിൽ നാം കാണുന്ന കർത്താവ് ദൈവരാജ്യത്തോട് ഉപകരിക്കുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ. ദൈവരാജ്യം ഒരു വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപം. It's something hidden in a field. Everything of God is hidden to the human natural eyes. മനുഷ്യന്റെ സ്വാഭാവിക ബൗദ്ധിക കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതാണ് ദൈവികമായിരിക്കുന്ന എല്ലാ സത്യങ്ങളും. It needs to be seen, discovered. അത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ ആ നിക്ഷേപത്തെ കണ്ടെത്തി. ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന സമൂല വ്യതിയാനം,
ആഴത്തിലുള്ള ജീവിത ആഘാതം, പിന്നീട് സംഭവിച്ച ആ ശക്തിയേറിയിരിക്കുന്ന മാറ്റം, it all began from a discovery. അതൊരു കണ്ടെത്തലിൽ നിന്നാണ് ആ വലിയ മാറ്റം ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. It just every way changed his life. തന്റെ ജീവിതത്തെ സകല വിധത്തിലും സമൂലമായും വ്യതിയാനപ്പെടുത്തി. It's important to discover. കണ്ടെത്തേണ്ട ആവശ്യം. വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ദൈവസഭയിൽ നാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അധിക പേരും വിശ്വാസ സ്നാനം സ്വീകരിച്ചവരാണ്. റോമാലേഖനത്തിൽ മനോഹരമായി സ്നാനത്തിന്റെ പഠിപ്പിക്കൽ നാം കാണുന്നുണ്ട്. റോമർ 6:1-4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്പോൾ വായിക്കേണ്ട സ്നാനത്തിന്റെ യഥാർത്ഥ ആത്മീക പഠിപ്പിക്കൽ നാം അവിടെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക, യേശുക്രിസ്തുവിനോട് ചേരുക, യേശുക്രിസ്തുവിന്റെ അടക്കത്തോട് ഏകീഭവിക്കുക, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് പുനരുത്ഥാനത്തോട് യുണൈറ്റഡ് ആകുക, ഒന്നായിത്തീരുക. നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം. അതിനുശേഷം പറയുന്ന കാര്യം എന്താണ്? തന്മൂലം that we may also walk in the newness of life. സ്നാനം മുഖാന്തരം സംഭവിക്കേണ്ട കാര്യം എന്താണ്? Come on. നാം ജീവന്റെ we have been died with Christ. ക്രിസ്തുവിനോടുകൂടി നാം മരിച്ചു. അവന്റെ മരണത്തോട് നാം ഏകീഭവിച്ചു. അവന്റെ പുനരുത്ഥാനത്തോട് നാം ഐക്യപ്പെട്ടു. True. What's the result? സംഭവിക്കേണ്ട കാര്യം എന്താണ്? അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കണമെന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. സ്നാനപ്പെട്ട എത്ര പേർ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നുണ്ട്? സ്നാനത്തിന്റെ ഉപദേശമറിയാം, ഉദ്ദേശമറിയാം, ആവശ്യമറിയാം, പഠിപ്പിക്കലറിയാം. But not many who walk in the newness of life. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ എത്രയോ തുച്ഛമാണ്. Why? പഠിപ്പിക്കൽ വളരെ പേർക്കും അറിയാം. But it's not become a discovery. അതൊരു കണ്ടെത്തലായിട്ട് തീർന്നിട്ടില്ല. ക്രിസ്തീയ സ്നാനത്തെ നാം കാണുമ്പോൾ ആ കാഴ്ച നമ്മളെ ചലനാത്മകമാക്കി തീർക്കും. Rising from the dead, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, going ahead from all that is old, പഴയതിൽ നിന്ന് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. Something that has come new in the heart and spirit. ഹൃദയത്തിലും ആത്മാവിലും വന്ന പുത്തനായിരിക്കുന്ന ഒന്നിന്റെ പുത്തൻ തുടിപ്പുകൾ. And new steps onward, മുൻപോട്ടുള്ള കാൽപ്പാടുകൾ. That's baptism. We need to see every truth of God. ദൈവികമായിരിക്കുന്ന എല്ലാ സത്യങ്ങളും നാം കാണേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകം നാം കാണേണ്ടതായിട്ടുണ്ട്. ഏതൊരു ശുശ്രൂഷയും, ഏതൊരു സഭയും, ഏതൊരു സഭാജീവിതവും പ്രവൃത്തിയുള്ള പുസ്തകത്തെ കാണേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം നിങ്ങൾ കാണണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രാരംഭത്തിൽ ആഹ്വാനം ചെയ്യുവാനായിട്ടുള്ളത്. പ്രവൃത്തിയുടെ പുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പലരും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പഠനങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകത്തിലെ ആവർത്തനങ്ങളാണ് എന്നുള്ള നിലയിൽ പഠനങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം ആദ്യ സഭയുടെ ചരിത്രം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അതാണ് നാം കാണുന്നത്. എന്നാൽ ആദ്യ സഭയുടെ ആ ചരിത്രം ദർശിക്കാനായിട്ട് മാത്രമല്ല നാം പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് പോകേണ്ടത്. പ്രവൃത്തിയുടെ പുസ്തകം ദിവ്യമായിരിക്കുന്ന ആത്മീക പ്രമാണങ്ങളുടെ ഒരു പുസ്തകമാണ്.
ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഡിവൈൻ പ്രിൻസിപ്പിൾസ്. ദിവ്യ പ്രമാണങ്ങളുടെ ഒരു പുസ്തകമാണ്. അനേക ആത്മീക ശുശ്രൂഷകളുടെ നിയമങ്ങൾ, ചലന പ്രമാണങ്ങൾ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. അതിൽ സുപ്രധാനമായിരിക്കുന്ന ഒരു പ്രമാണമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ആത്മീക നിയമം നാം ശ്രദ്ധിക്കുന്നത്, ഇറ്റ് ഈസ് മൂവിങ് ഓൺ വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടെ നാം മുന്നേറിക്കൊണ്ടിരിക്കുക. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ അതിമനോഹരമായിരിക്കുന്ന ഒരു ആത്മീക പ്രമാണമാണിത്. പ്രവൃത്തിയുടെ പുസ്തകം ദൈവം നമുക്ക് നൽകി നമ്മെ അഭ്യസിപ്പിക്കുന്ന ആത്മീയ നിയമങ്ങളിൽ പരമപ്രധാനമായിരിക്കുന്ന ഒരു നിയമമാണ്. എവറി മിനിസ്ട്രി, എവറി ചർച്ച് ഷുഡ് മൂവ് ഓൺ വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ആത്മീയ നിയമം നാം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുമ്പോൾ, ഈ മുന്നേറ്റം, ഈ ചലനാത്മകത അനായാസകരമായി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു മുന്നേറ്റം അല്ല എന്നും പ്രവൃത്തിയുടെ പുസ്തകം നാം കാണുന്നുണ്ട്. ലെറ്റ്സ് സേ there are two things. രണ്ട് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ പ്രവൃത്തിയുടെ പുസ്തകം നമുക്ക് കാണാം. One thing, it's essential that every church should move. ഏത് സഭയും ഏതൊരു ശുശ്രൂഷയും അനിവേശനീയമായും മുൻപോട്ട് ചലനാത്മകമായിരിക്കണം. രണ്ട്, there are consistent impediments, hindrance, hurdles. തുടർമാനമായിരിക്കുന്ന തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ ആത്മീയ മുന്നേറ്റങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും ദൈവമക്കൾ ഒരുമിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കണം. ഐ നീഡ് ബി മൂവിങ്. ഞാൻ മുൻപേറിക്കൊണ്ടിരിക്കണം. മറുഭാഗത്ത് ഐ ഹാവ് ഓൾവേസ് സംതിങ് ടു ഓവർകം. എനിക്ക് എപ്പോഴും അതിജീവിക്കുവാൻ എന്റെ മുമ്പിൽ നിരന്തരമായിട്ടുണ്ട്. ലൈഫ് ഈസ് നോട്ട് ഈസി ആൻഡ് സ്പോണ്ടേനിയസ്. സ്വാഭാവികമായി ഒന്നും ചെയ്യാതെ അനായാസകരമായി എന്റെ ചലനം സംഭവിക്കുന്ന ഒരു കാര്യവുമല്ല. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. യെസ്, നാം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന പ്രാരംഭ സഭയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിലേക്ക് നടത്തപ്പെട്ട ആ സഭ അവരെവിടെ നിന്നാണ് വരുന്നത്? ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വിഘാതങ്ങൾ ആരംഭിച്ചു. Even with Christ, their life was not that easy. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം അനായാസകരമായിരുന്നില്ല. They were always in suspense. എപ്പോഴും ആകപ്പാടെ ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു അവർ നിന്നിരുന്നത്. ഒരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു, അവന് ചുറ്റും അനേകർ കൂടി വന്ന് അവനെ ജൈവിളിക്കുന്ന മെശിഹ എന്ന് പറയുന്നു. അനേക പ്രതീക്ഷയോടെ അവനെ നോക്കുന്നു. അനേകരുടെ മുമ്പോട്ടുള്ള വലിയ അഭിലാഷങ്ങളുടെ സാക്ഷാത്കാരമായി അനേകർ യേശുക്രിസ്തുവിനെ ഉറ്റുനോക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. They found a move of God among them. അവരുടെ നടുവിൽ ദൈവികമായിരിക്കുന്ന മുന്നേറ്റം അവർ കണ്ടുകൊണ്ടിരുന്നു. എങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷ നിലയിലുള്ള വലിയ ആവേശത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ സമീപത്തിൽ അവർ പ്രതീക്ഷ കാര്യങ്ങൾ ആ ആവേശത്തോടുകൂടി മുന്നേറുന്ന ഒരു ചൈതന്യത്തിൽ എപ്പോഴും ആയിരിക്കാൻ അവർ കഴിയുമായിരുന്നില്ല. കാരണം പലപ്പോഴും സംശയം അവരുടെ ഉള്ളിൽ വരുമായിരുന്നു. കർത്താവോട് പറയുമായിരുന്നു, തന്നെ ക്രൂശിക്കേണ്ട. യഹൂദന്മാർ തന്നെ പിടിച്ച് തന്നെ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം, യെരുശലേമിൽ പാപികൾ തന്നെ ക്രൂശിക്കുന്ന കാര്യം,
ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുത്തുവാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. നിരന്തരമായിട്ട് അവരെ സമയത്തോളം ഒരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം അവരെ ഭരിച്ചിരുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നു. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ടായിരുന്നു. എന്തൊക്കെ കർത്താവ് പറഞ്ഞാലും no one can finally touch him. ആർക്കും ഒടുവിൽ അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം മറുരൂപമലയിൽ അവനെ കണ്ടതാണ്. 5000 പേർക്ക് 5 അപ്പം 2 മീനും കൊണ്ട് ഭക്ഷണം നൽകുന്നവൻ കണ്ടതാണ്. They saw him supernaturally great, അസാധാരണമായിരിക്കുന്ന നിലയിൽ, അത്യുന്നതനായിട്ട് വിവിധ നിലയിൽ അവന്റെ മഹത്വത്തിന്റെ വൈവിധ്യം അവർ കണ്ടതാണ്. അതുകൊണ്ട് എന്ത് കേട്ടാലും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല that Jesus would be crucified. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്നുള്ള കാര്യം അവരുടെ ഹൃദയത്തിൽ സ്വീകാര്യമായിരുന്നില്ല. Somehow if it ever happened, he would escape. ഏതെങ്കിലും നിലയിൽ അതങ്ങനെ സംഭവിച്ചാൽ യേശു ക്രിസ്തു രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അത് സംഭവിച്ചു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അവനെ പിടിച്ച് ക്രൂശിൽ ഭരമേൽപ്പിച്ചു. അവിശ്വസനീയമായിരിക്കുന്ന കാര്യം, അവരുടെ സ്വപ്നങ്ങൾ എല്ലാം ഷാറ്റേഡായി, തകർന്നുപോയി. നിന്നനിപ്പിൽ അവരുടെ ജീവിതം ബന്ധിക്കപ്പെട്ടിരുന്ന വ്യക്തിയുടെ തകർച്ച, തങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്ത ശേഷം they became so shattered and broken. തകർന്നവരുടെ ജീവിതം തരിപ്പണമായി തീർന്നു. മനുഷ്യരുടെ മുഖത്ത് അവർക്ക് നോക്കാൻ കഴിയാതെ വന്നു. ഭാവിയിലേക്ക് നോക്കാൻ കഴിയാതെ വന്നു. They didn't know what to do now. ഇനി എന്ത് ചെയ്യണം എന്ന് കഴിയാത്തൊരു നിലയിലായി. എന്നാൽ ആ ഒരു തകർച്ച കഴിഞ്ഞു. അല്പം കൂടെ മുമ്പോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ചെവിയിൽ മറ്റൊരു കേൾവിയെത്തി. കർത്താവ് കിടന്ന് ശവകുടീരം ശൂന്യമായിരിക്കുന്നു. അവനെ കാണാൻ പോയ സ്ത്രീകൾ അവിടെ അവന്റെ ദേഹം കണ്ടില്ല. പിന്നെയും കേട്ടു അവൻ ചിലർക്ക് പ്രത്യക്ഷനായി. യേശു ക്രിസ്തുവിന്റെ ഉയർത്ത സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ അവർ കേൾക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ ഉള്ളിൽ പെട്ടെന്ന് ആവേശമായി. സമയം കഴിഞ്ഞപ്പോഴും they confirmed, finally Jesus is risen. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ആത്യന്തികമായിട്ട് ഉറപ്പ് ലഭിച്ചു. Jesus is risen. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പുത്തൻ ആവേശമായി, പുത്തൻ ധൈര്യമായി, പുത്തൻ ജീവിതത്തിന് മുമ്പോട്ടാക്കമായി, പുത്തൻ ലക്ഷ്യങ്ങളായി, ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളായി. എന്നാൽ അത് സംഭവിച്ചെങ്കിൽ തന്നെയും തങ്ങൾ വിചാരിച്ച നിലയിൽ കാര്യങ്ങൾക്കൊരു രൂപം കിട്ടുന്നില്ല. അവിടെയും ഇവിടെയും മാറി മാറി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും he is not consolidating the new move. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പുത്തനായി കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ശേഷം ഒരു പുതിയ മുന്നേറ്റത്തിന് യേശുക്രിസ്തു നായകത്വം നൽകുന്നതായി അവർ കണ്ടില്ല. There is some uncertainty. ഒരു അനിശ്ചിതത്വം പിന്നെയും അവരുടെ മുമ്പിൽ വന്നു. ആ അനിശ്ചിതത്തോടു കൂടിയാണ് അവർ മർക്കോസിന്റെ മാളികമുറിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. നോക്കണേ, തുടർമായമായിട്ട് അനിശ്ചയത്തോടുകൂടിയും പരാജയ ബോധത്തോടും കൂടി കടന്നു വരുന്ന ശിഷ്യന്മാർ മർക്കോസിന്റെ മാളിയിലിരുന്നു. അവിടെയും ആ ഒരു വലിയ ഡിപ്പിന് ശേഷം വലിയൊരു ക്ലൈമാക്സ് അവർക്ക് ലഭിക്കുകയാണ്. ഒരു ഉച്ചകോടിയിൽ അവരെത്തുകയാണ്. എന്താണത്? പരിശുദ്ധാത്മ പകർച്ച മാർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് അവർക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. എപ്പോഴും അവരുടെ മുന്നിൽ സസ്പെൻസ് ഉണ്ട്. അതിനുശേഷം ദൈവികമായിരിക്കുന്ന ഒരു ഉത്തരവ് അതിന്റെ അപ്പുറത്ത് കണ്ടുപോകുകയാണ്. മുമ്പോട്ട് ആദ്യ സഭയെ നാം കാണുമ്പോൾ മുൻപോട്ട് തുടർമാനമായി അവർ പ്രശ്നത്തെ അഭികരിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അതിശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ വക്താക്കളായി സുവിശേഷം അനുഭവമായി അവർ സന്തോഷത്തോടെ
അവർ സാക്ഷിക്കുവാനായിട്ട് തുടങ്ങി, അവർ കൂടിവരുവാനായിട്ട് തുടങ്ങി, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനായിട്ട് തുടങ്ങി. എവറിത്തിങ് ബിക്കേം സോ ന്യൂ ആൻഡ് ഫ്രഷ്. സകലതും പുത്തനായി തീർന്ന് അത്യന്തം സന്തോഷപ്രദമായി അവർ ഒരുമിച്ച് കൂടി മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നിലയിലാണ് ശക്തിയേറിയ എതിർപ്പ്, പീഡനം അവർ അഭിമുഖീകരിക്കാനായിട്ട് തുടങ്ങി. പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള എതിർപ്പിന്റെയും പീഡനത്തിന്റെയും മുമ്പിൽ അവർ വന്നു. അതിനെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് നിന്ന് അവർ അഭിമുഖീകരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ പുതിയൊരു പ്രശ്നം, ഇത്ര സജീവമായി, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, ഇത്ര ആത്മനിറവോടുകൂടി ദൈവം മനുഷ്യനോട് ബന്ധിക്കപ്പെട്ട് നൽകിയ ഈ സ്വർഗീയമായിരിക്കുന്ന മുന്നേറ്റത്തോട് ചേർന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള പിറുപിറുപ്പ്. റോമാലേഖനം, പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് അതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഭ, അതിനു മുമ്പ് അവർ കാണുന്നത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, അവർ കൂടിയിരിക്കുന്നതും കുലുങ്ങുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു ജനം. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് എ മർമറിംഗ് പീപ്പിൾ, പിറുപിറുക്കുന്ന ഒരു ജനം. അതിനെയും അതും അങ്ങോട്ട് മുമ്പോട്ട് പോയി പുതിയ പുതിയ പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണും. ഈ സുവിശേഷം നൽകപ്പെട്ടത് കർത്താവ് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ദിസ് ഗോസ്പൽ ഈസ് ഫോർ ദ ഹോൾ വേൾഡ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് സകല ലോകത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. പരിശുദ്ധാത്മ പകർച്ചയിൽ അവർക്ക് മനസ്സിലായ കാര്യം, അവർ സാക്ഷിക്കേണ്ടത് യെരൂശലേമിൽ, അതിനുശേഷം യഹൂദിയിൽ, മുൻപോട്ട് വ്യാപകമായി തീർന്ന ഭൂമിയുടെ അറ്റത്തോളം. എന്നാൽ ഈ നിലയിലുള്ള സർവലൗകികമായി സകല മനുഷ്യനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന രക്ഷാകാരണം, രക്ഷയുടെ ഉത്തരമായിരിക്കുന്ന ഈ മഹനീയ സുവിശേഷം, ആ നിലയിൽ സുവിശേഷത്തെ റിലീസ് ചെയ്യുവാൻ, മുക്തമാക്കുവാൻ, സ്വതന്ത്രമാക്കുവാൻ സുവിശേഷത്തിന്റെ വക്താക്കൾക്ക്, ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് തങ്ങൾക്ക് ലഭിച്ച സകല നിയോഗമുണ്ടായിരിക്കെ നൽകുവാൻ കഴിയാത്ത വിധം യഹൂദ മനസ്സിന്റെ ചട്ടക്കൂട്ട് സുവിശേഷത്തെ ഗ്രസിച്ചിരുന്നു. They couldn't release the gospel outside their boundaries. തങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് സുവിശേഷത്തെ നൽകുവാൻ വൈമുഖ്യം അവർക്കുണ്ടായിരുന്നു. ജാതികൾ സുവിശേഷം സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജാതികൾ സുവിശേഷം സ്വീകരിക്കുന്നതിനോടും അവരെ കൈക്കൊള്ളുന്നതിനോടും അതിനോട് പൊരുത്തപ്പെടുന്നതിനോടും അന്നത്തെ ആത്മീക നേതാക്കന്മാർക്ക് പോലും വൈമുഖ്യമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം നാം കാണുന്ന ഒരു കാര്യം വിഘ്നങ്ങളാണ്, തടസ്സങ്ങളാണ്, പ്രതിസന്ധികളാണ്. ദൈവത്താൽ പുറപ്പെടുവിക്കപ്പെട്ട ഒരു ജനം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജനം, ദൈവത്തിന്റെ അത്ഭുതം കണ്ട ജനം, ദൈവത്തിന്റെ കൃപ സ്വീകരിച്ച ജനം. എന്നാൽ തുറമാനമായി അവരുടെ ഇടയിൽ തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരുന്നു. ഇതിന് നടുവിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? തടസ്സങ്ങൾ വരുമ്പോൾ, അനിശ്ചിതത്വങ്ങൾ വരുമ്പോൾ, വിഘ്നങ്ങൾ വരുമ്പോൾ, കാര്യങ്ങൾ വ്യക്തമാകാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലക്ഷ്യം നഷ്ടപ്പെടുക, ജീവിതത്തിൽ അവ്യക്തത ഉണ്ടാകുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതിരിക്കുക. ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങൾ തുറമാനമായി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും ക്രിസ്തീയ ശുശ്രൂഷയിലും നാം ഇങ്ങനെ പുതിയ നിയമസഭയിൽ ആദ്യം മുതൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ക്രിസ്തീയ ചരിത്രത്തിൽ നാം തുറമാനമായിട്ട് കണ്ടിരിക്കുന്ന വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ കണ്ട ശേഷം നാം പലപ്പോഴും നമ്മെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാറുണ്ട്, ദിസ് ഈസ് ജസ്റ്റ് നോർമൽ. അനിശ്ചിതത്വങ്ങൾ സ്വാഭാവികമാണ്,
തടസ്സങ്ങൾ സ്വാഭാവികമാണ്, അവ്യക്തതകൾ സ്വാഭാവികമാണ്, ഭിന്നതകൾ സ്വാഭാവികമാണ്. തിങ്സ് വോണ്ട് ചേഞ്ച്, കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുകയില്ല. This has been all through history. ചരിത്രത്തിൽ ഉടനീളം ഇവണ്ണമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഛേദന ഇല്ലായ്മ, നമ്മുടെ ജീവിതത്തിലെ അവ്യക്തതകൾ, നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റമില്ലായ്മകൾക്ക് കാരണങ്ങൾ തിരുവചനത്തിൽ തന്നെ കണ്ടെത്താറുണ്ട്. ഇറ്റ് ഈസ് ബീൻ ഓൾവേസ് ട്രൂ. സോ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഈവൻ ടുഡേ. ഇന്നും അത് സത്യമാണ്. ട്രൂ വിത്ത് മീ, എന്നോടുള്ള ബന്ധത്തിലും സത്യമാണ്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ഹൃദയത്തെ വളരെ കൃത്യമായി ക്ഷണിക്കുന്ന ഒരിടമുണ്ട്. ഒരു ഭാഗത്ത് വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. ക്രിസ്തീയ സഭയെ ദൈവം വിളിച്ച് ഇറക്കി മുമ്പോട്ട് പോയ ആ പാതയിൽ വന്ന തടസ്സങ്ങളെല്ലാം കണ്ട് നാം അറിയാതെ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ യഥാർത്ഥമായി അനുഗമിക്കുവാൻ പുറപ്പെട്ടവർ, ദൈവത്തെ വിഘ്നം കൂടാതെ ശുശ്രൂഷിപ്പാൻ പുറപ്പെട്ടവർ, ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ പുത്തൻ കണ്ണുകൾ കൊണ്ട് കാണുക. ഡിസ്കവർ ഇറ്റ്, അതിനെ കണ്ടെത്തുക. See the acts of the apostle. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ നിങ്ങൾ കാണുക. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്താണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ആ ഒരു മുന്നേറ്റം. എതിർപ്പുകൾ ഉണ്ടായിട്ടും, പിറുപിറുപ്പുകൾ ഉണ്ടായിട്ടും, സംഘർഷങ്ങൾ ഉണ്ടായിട്ടും, ഭിന്നതകൾ ഉണ്ടായിട്ടും, ഉപദേശ വൈപരീത്യങ്ങൾ ഉണ്ടായിട്ടും, തിങ്സ് ഓൾവേസ് were hindering. എപ്പോഴും തടസ്സങ്ങൾ തുറമാനമായിട്ടുണ്ടായിരുന്നു. നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം. There was a move going, flowing. ഇതിന്റെ നടുവിൽ കൂടി ഒരു മുന്നേറ്റം നിർവിഘ്നം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ തടസ്സങ്ങളെ, എതിർപ്പുകളുടെയും വ്യത്യസ്തകളുടെയും ഭിന്നതകളുടെയും വൈപരീത്യങ്ങളുടെയും എല്ലാത്തിന്റെയും നടുവിൽ കൂടി there was a move going on. ഒരു പ്രത്യേക മുന്നേറ്റം ഇതിന് നടുവിൽ കൂടി പോയിക്കൊണ്ടിരുന്നു. ആമേൻ. 6-ാം അധ്യായത്തിൽ എബ്രായ യഹൂദന്മാരും ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും തമ്മിൽ പിറുപിറുപ്പുണ്ടായി. അവിടെ നിന്നാണ് ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. മറ്റൊരു തലത്തിലുള്ളൊരു പുതിയ നേതൃത്വം അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. 7-ാം അധ്യായത്തിൽ സ്റ്റെഫനോസിന്റെ പീഡനം നാം കാണുന്നു. ഫലമായി സംഭവിക്കുന്ന കാര്യം എന്താണ്? അന്നത്തെ സഭ ചിതറിപ്പോവാനിടയായിത്തീരുന്നു. പീഡനം ഒരു തടസ്സമായിരുന്നു. പീഡനത്തെ നോക്കി അനേകർ അന്തിച്ചു നിന്നു. പക്ഷെ വേറൊരു കാര്യം അവർ കണ്ടില്ല. The church scattered, started witnessing. ചിതറിപ്പോയ സഭ സാക്ഷിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യർ ദൈവവചനം കേൾക്കുന്നു. ചിതറിപ്പോയവരാണ് ശമര്യരുടെ ദൈവവചനം അറിയിക്കുന്നത്. 8-ാം അധ്യായത്തിൽ തന്നെയും ദൂരെ എത്തിയപ്പോഴുള്ള ഷണ്ണൻ സുവിശേഷം കേൾക്കുന്ന ചരിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ ദൈവം അഭിമുഖീകരിച്ചു. ശൗലേ ശൗലേ എന്ന് വിളിച്ചു. ശൗലിനെ ദൈവം സന്ദർശിച്ചു. ശൗല് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഇടയായിത്തീരുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസിന് ദർശനം ലഭിക്കുന്നു. അങ്ങ് ദൂരെ ഒരു ജാതിയായിരിക്കുന്ന കൊർന്നല്യോസ്, മറുഭാഗത്ത് പത്രോസിനും ദർശനം ലഭിക്കുന്നു. രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ജാതികളുടെ നടുവിലേക്ക് സുവിശേഷം കടന്നു പോകുന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടുന്നു. ജാതികൾ സുവിശേഷം ലഭിച്ചു. അവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. What shall we now do about it? ഇത് സംബന്ധിച്ച് ഇപ്പോൾ എന്ത് ചെയ്യണം? Hallelujah. There is a move on one side. There is a hindrance on one side. ഒരു ഭാഗത്ത് തുറമാനമായിരിക്കുന്ന എതിർപ്പുകൾ, തടസ്സങ്ങൾ, സംശയങ്ങൾ, പ്രതിസന്ധികൾ. It's there and many just stand around it and stand baffled. അനേകം അവന്റെ ചുറ്റും നിന്ന ശേഷം സംശയിച്ച് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തങ്ങി നിൽക്കുന്ന ചിലർ. But there is a move of God going through that. അതിന് നടുവിൽ കൂടി ദൈവികമായിരിക്കുന്ന ഒരു മുന്നേറ്റം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
മിഷണറി യാത്രയുടെ ആരംഭം അന്ത്യോക്യയിൽ നാം കാണും. ദൈവമക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിശ്ചലാവസ്ഥ സംബന്ധിച്ച്, പ്രതിസന്ധികൾ സംബന്ധിച്ച്, തടസ്സങ്ങൾ സംബന്ധിച്ച് യു മേ ഹാവ് 101 thing to say. നിങ്ങളുടെ ജീവിതത്തിൽ 101 കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടായിരിക്കും. ആൻഡ് യു മേ ഹാവ് എവറി ജസ്റ്റിഫിക്കേഷൻ റെഫറിംഗ് ഈവൻ ടു ദ സ്ക്രിപ്ചർ. തിരുവചനത്തെ സാക്ഷ്യപ്പെടുത്തി തന്നെയും നിങ്ങൾക്ക് അനേകം ന്യായമായിരിക്കുന്ന തടസ്സങ്ങൾ പറയുവാനുണ്ടായിരിക്കും. ബട്ട് മൈ ഗോഡ് ഈസ് ഓൺ ദ മൂവ്. എന്റെ ദൈവം മുമ്പോട്ടുള്ള നീക്കത്തിലാണ്. And my people, God's people are also on the move. ദൈവം തന്റെ ജനത്തെയും മുൻപോട്ടുള്ള മുന്നേറ്റത്തിലാണ്. ചോദ്യം, നിങ്ങൾ തടസ്സങ്ങളുടെ നടുവിലാണോ, അവ്യക്തതകളുടെ നടുവിലാണോ, സംശയത്തിന് നടുവിലാണോ, നിങ്ങൾ നിശ്ചലരായി നിൽക്കുകയാണോ? ഓർ ആർ യു വിത്ത് ദ റെമനന്റ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ കൊച്ചു ശേഷിപ്പിന്റെ കൂടിയാണോ? ഐ വാണ്ട് ടു മൂവ് വിത്ത് ഗോഡ്. എന്റെ ദൈവത്തോടു കൂടി എനിക്കും ചലിച്ചുകൊണ്ടിരിക്കണം. I want to move. എനിക്കതിന്റെ നടുവിൽ കൂടി ചലിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം അവസാനിക്കുന്ന സമയത്ത് 28-ാം അധ്യായം, മലയാളത്തിൽ 30-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു, ഇംഗ്ലീഷിൽ 31-ാം വാക്യമായിരിക്കും. അവിടെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകും. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രവൃത്തിയുടെ പുസ്തകത്തിലെ അവസാന വാക്യത്തിൽ പൗലോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ആ ടെൻസ്, ആ പറഞ്ഞിരിക്കുന്ന ടെൻസ് കാലം ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസംഗിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും പോന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ വാക്യത്തിൽ നാം മലയാളത്തിൽ വായിച്ചപ്പോൾ അതത്ര വ്യക്തമല്ല. ഇംഗ്ലീഷ് ബൈബിൾ വ്യക്തമാണ്. അതിൻ്റെ മൂലഭാഷയിൽ പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്ക്, ലാസ്റ്റ് വേർഡ്, ഏറ്റവും ഒടുവിലത്തെ വാക്ക് ഏതാണെന്നറിയാമോ? അൺഹിൻഡേർഡ്, വിഘ്നം കൂടാതെ എന്നുള്ളതാണ്. പ്രവൃത്തിയുടെ പുസ്തകം ഒരു ക്ലോസ്ഡ് ബുക്കല്ല, അടഞ്ഞ ഒരു പുസ്തകമല്ല. പ്രവൃത്തിയുടെ പുസ്തകം തുറന്നിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇറ്റ് കണ്ടിന്യൂസ്. ഈ കാര്യം പൗലോസിനെ കുറിച്ച് പറഞ്ഞ ശേഷം ചില നാളുകൾക്ക് ശേഷം പൗലോസ് നീറോ ചക്രവർത്തിയാൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. തൻ്റെ ശിരച്ഛേദം നടന്നു. പൗലോസിൻ്റെ ജീവൻ അവിടെ തീർന്നു. പക്ഷേ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വിഘ്നം കൂടാതെ എന്ന് പറയുന്ന ആ ഒരു ഡോർ, ആ ഒരു കവാടം തുറന്നു കിടക്കുകയാണ്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അന്ന് തുടങ്ങിയ നിർവിഘ്നം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചലനം, ആ മുന്നേറ്റം അവിടെ അവസാനിച്ചില്ല. ഇറ്റ് വെന്റ് ബിയോണ്ട്, മുമ്പോട്ടത് പോയി. ഇറ്റ് കെയിം ത്രൂ സെഞ്ചുറീസ്. ആ നൂറ്റാണ്ടുകളിൽ കൂടി ആ നിർവിഘ്നമായിട്ട് ആ പ്രവൃത്തികൾ തുടർമാനമായിട്ട് മുമ്പോട്ട് വരികയാണ്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വിഘ്നം കൂടാതെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നത്, ഈ കൃപ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ അടുത്തേക്ക് ഈ പ്രവൃത്തി വന്ന ശേഷം ലെറ്റസ് നമുക്ക് പറയാം, നമ്മുടെ അടുത്തും വന്നും ഇതൊരു അടഞ്ഞുപോയില്ല. നമ്മളെ സ്പർശിച്ച ശേഷം ദിസ് ഈസ് സ്റ്റിൽ ഗോയിങ്. ഒരു നദി പോലെ മുമ്പോട്ട് ഒഴുകുകയാണ്. നമുക്ക് കിട്ടിയ ദൈവകൃപയെക്കുറിച്ച് എപ്പോഴും നാം ഓർക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് അൺഹിൻഡേർഡ്. തടസ്സമില്ലാത്ത ഒരു ദൈവകൃപയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. നമ്മളിൽ പോകുന്ന ദൈവകൃപ തടസ്സമില്ലാത്തതാണ്. നമ്മുടെ വഴിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ തടസ്സമില്ലാത്തതാണ്. പക്ഷെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തടസ്സങ്ങളുടെ നടുവിൽ, ആ തടസ്സങ്ങളെ ചുറ്റും നമ്മുടെ കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് സംസാരിച്ച് വ്യക്തതയോടും നമുക്ക് സംസാരിച്ച് നിശ്ചലരായിട്ട് അവിടെ നിന്നു പോകാം.
but God has a move all through the centuries. സകല കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെതായിട്ടൊരു മുന്നേറ്റമുണ്ട്. The question is, are you with the move or with the hindered? അതോ തടസ്സപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ, ദൈവത്തിന്റെ ചലനത്തിന്റെ കൂട്ടത്തിലാണോ നിങ്ങൾ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ 2-ാം അധ്യായത്തിൽ പ്രാരംഭത്തിൽ ദൈവം സൃഷ്ടിച്ച തോട്ടത്തെ കാണുന്നു. ആ തോട്ടത്തിൽ ആദ്യം ദൈവം സ്ഥാപിച്ച ഒരു കാര്യം നാം കാണുന്നുണ്ട്. God made a river flow from the garden. ആ തോട്ടത്തിൽ നിന്ന് ദൈവം ഒരു നദി പുറപ്പെടുവിക്കുമാറാക്കി. വിഷണ്ണരായിരിക്കുന്നവർ, തടസ്സപ്പെട്ടവർ, പ്രതിസന്ധിയിലായിരിക്കുന്നവർ, മുന്നേറ്റം നഷ്ടപ്പെട്ടവർ, സംശയത്തിലായിരിക്കുന്നവർ, അനിശ്ചയത്തിലായിരിക്കുന്നവർ, പ്രതിസന്ധിയിലായിരിക്കുന്നവർ, പ്രതികൂലത്തിലായിരിക്കുന്നവർ, എല്ലാവരോടും ഞാനൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. If God has created something new in you, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുത്തനായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ദൈവം ഒരു പുത്തൻ നദിയെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പുറപ്പെടുവിച്ച ആ നദി ദൈവിക പ്രവൃത്തിയോളം ദൈർഘ്യമുള്ളൊരു നദിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നാം ആ നദിയെ കാണുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഇവിടെ നോക്കണേ, ഒരു ജീവജല നദി. വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിൽ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ഉദയം തുടങ്ങി ചരിത്രത്തിന്റെ അവസാനം വരെ ഒഴുകുന്നൊരു നദി. God's people should see this. ദൈവത്തിന്റെ ജനം ഈ നദിയെ കാണണം. ഈ നദിയെക്കുറിച്ച് നാം അനേക കാര്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. ഈ നദിയെക്കുറിച്ച് മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ആ മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഞാൻ ഇന്ന് സമയമെടുക്കുന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഈ നദിയുടെ പ്രത്യേകതയായി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. This is a river that flows. ഇത് ഒഴുകുന്ന ഒരു നദിയാണ്. It started flowing. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ തുടക്കത്തിൽ ഒഴുകി തുടങ്ങിയൊരു നദി നിർവിഘ്നം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. It has come to us. നമ്മുടെ ഇടയിലേക്ക്, നമ്മളിലേക്ക് ആ ദൈവത്തിന്റെ നദി കടന്നു വന്നിരിക്കുകയാണ്. The question is, നാം ഈ നദിയുടെ ഒഴുക്കിലായിരിക്കുമോ അതോ തടസ്സപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുമോ? ചരിത്രത്തിലുടനീളം പുറപ്പെട്ട ജനം, തടസ്സപ്പെട്ടതായിട്ടുള്ള ചരിത്രം തുടക്കം തുടങ്ങി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ നിന്ന് വ്യത്യസ്ത കാരണങ്ങളാൽ മാറി നിന്നവർ, വിട്ടുനിന്നവർ, ദൈവത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കാത്തവർ. എന്നാൽ ദൈവത്തിന് എപ്പോഴും ഒരു ദൈവികമായിരിക്കുന്ന ശേഷിപ്പുണ്ടായിരുന്നു. മൂവിങ് ആൻഡ് മൂവിങ് ആൻഡ് മൂവിങ്. നിങ്ങളുടെ ഹൃദയം വിശാലമാകട്ടെ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി കാണുവാൻ നിങ്ങൾക്ക് ഇടയായി തീരട്ടെ. Am I hindered today? ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ ഒന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണോ? Is my vision blurred? എൻ്റെ കാഴ്ചയ്ക്ക് ഭംഗം വന്നിരിക്കുകയാണോ? എൻ്റെ ആത്മാവിന്റെ ചലനാത്മക നഷ്ടപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ ദർശനത്തിന് ഭംഗം വന്നിരിക്കുകയാണോ? Or am I moving and flowing? ഞാൻ ദൈവത്തിന്റെ നദിയിൽ മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ നദി സ്ട്രെയിറ്റ് ലൈനിൽ ഓടുന്നതല്ല. നദികളുടെ ആ സഞ്ചാരം ദർശിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലയിടത്ത് മലയിടുക്കുകൾ, ചിലയിടത്ത് താഴ്വരകൾ, ചിലയിടത്ത് സമതലങ്ങൾ, ചിലയിടത്ത് ഫോറസ്റ്റ്, കാടുകൾ. ചിലയിടത്ത് വരുമ്പോൾ നദി വേറൊരു ടേൺ എടുക്കും. നദി അതിൻ്റെതായിട്ടുള്ള ഒരു കോഴ്സ് എടുക്കും. ദൈവമക്കളെ, മലയിടുക്കളാണെങ്കിലും താഴ്വരകളാണെങ്കിലും കാടുകളാണെങ്കിലും, ലെറ്റ് us not speak about that. കാടുകളെക്കുറിച്ചും മലയിടുക്കളെക്കുറിച്ചും ഉയരങ്ങളെക്കുറിച്ചും തടസ്സങ്ങളെക്കുറിച്ചും പറയാതിരിക്കാം. Let us say God's river flows. ദൈവത്തിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ് നമുക്ക് പറയാം. God's river is flowing. ദൈവത്തിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്.
it will flow to its destined end. എവിടെയൊക്കെ ദൈവം ഒഴുക്കിയോ അവിടെ വരെയും പോകും. But the challenge to God's people, ദൈവത്തിന്റെ ജനത്തിനുള്ള വെല്ലുവിളി, ആഹ്വാനം, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പുറപ്പാട് ലഭിച്ച ശേഷം എവിടെയോ നിശ്ചലനായി നീ വന്ന് തട്ടി നിൽക്കുകയാണോ, അതോ ദൈവത്തിന്റെ നദിയിൽ നീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ഇൻ ദ ടൈഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ വേലിയേറ്റത്തിലായിരിക്കുന്നു നാം. എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മനദിയിൽ ചേർന്ന് ബന്ധിക്കപ്പെട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഉറപ്പുവരുത്തേണ്ടതാണ്. ദൈവത്തിന്റെ സഭയെ സമയത്തോളം എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം പ്രത്യേകം ആളുകൾ കൂടി വരുവാൻ സൗകര്യത്തോടുകൂടി ജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചേർന്ന്, നോട്ട് ജസ്റ്റ് എ ഗ്രൂപ്പ്, ഏതോ ഒരു കൂട്ടം ക്രിസ്ത്യൻ എന്നുള്ള ലേബൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടമായി കൂടാ. ഞാൻ പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരും തങ്ങളായിരിക്കുന്ന അവസ്ഥയെ ന്യായീകരിച്ചിരിക്കുന്നവരാണ്. വി ഹാവ് ദി അൾട്ടിമേറ്റ്. ഏറ്റവും നല്ല ഉപദേശം ഞങ്ങൾക്ക് കിട്ടി, ഏറ്റവും നല്ല സഭയിൽ ഞങ്ങളായിരിക്കുന്നു. ours is the best church, ഞങ്ങളുടെയാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന സഭ. ആ ഒരു സെക്യൂരിറ്റിയിൽ, ആ ഒരു സുരക്ഷിതത്തിൽ അനേകരും റിലാക്സ് ചെയ്യുന്നവരാണ്, അനേകരും ഉറങ്ങുന്നവരാണ്, മയങ്ങുന്നവരാണ്. നോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ സ്നാനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റുകാരനല്ല. ദൈവമക്കൾ അവരുടെ ശുശ്രൂഷയുടെ പൗരോഹിത്യം ഞാൻ വിശ്വസിക്കുന്നു. ഒരു പട്ടത്തെ കേന്ദ്രീകൃതമായിരിക്കുന്ന, ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ആത്മീയ നടത്തിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സഹോദരത്തിൽ, ബ്രദർഹുഡിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭകളുടെ പ്രാദേശിക ഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു സെന്ററും അനേക ബ്രാഞ്ചസും ഉള്ള ഒരു സഭയല്ല പുതിയ നിയമ സഭാ വ്യവസ്ഥ എന്ന് പറയുന്നത്. എവറി ചർച്ച് ഇസ് ലോക്കൽ. ഓരോ സഭയും പ്രാദേശികമാണ്. ഇതൊക്കെയും ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ബ്രദറുകാരനല്ല. പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മ ശുശ്രൂഷയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പെന്തക്കോസുകാരനല്ല. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളിലും വിടുതലുകളും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സൂപ്പർ നാച്ചുറൽ ആയിട്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാരിസ്മാറ്റിക് അല്ല. ദൈവവചനത്തിന്റെ അനുസരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഹോളിനെസ് ചർച്ച് മെമ്പർ അല്ല. ഒരു വിശുദ്ധ സഭയുടെ വക്താവല്ല. ഞാനൊരു ശിഷ്യനാണ്. ഞാനൊരു ദൈവ മകനാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ്. ഐ ആം എ ക്രിസ്ത്യൻ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഐ വാണ്ട് ടു മൂവ് ഇൻ ദ ഫ്ലോ ഓഫ് ദ റിവർ. ഈ നദിയുടെ ഒഴുക്കിൽ എനിക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം. ഞാൻ എന്നെ എപ്പോൾ ബ്രാൻഡ് ചെയ്യുമോ, ഒരു ലേബലിന്റെ കീഴിൽ, ഒരു പേരിന്റെ കീഴിൽ എന്നെ കൊണ്ടുവരുമോ, അപ്പോൾ ഞാൻ നിശ്ചലനായി. ആമേൻ. ഹല്ലേലൂയ. പല കാര്യങ്ങൾ, പല നിർവചനങ്ങൾ, പല ഉപദേശ രൂപങ്ങൾ, പല ഊന്നലുകൾ, വ്യത്യസ്തമായിരിക്കുന്ന സഭ രീതികൾ, ഘടനകൾ, ആചാരങ്ങൾ, ഇതിന്റെ എല്ലാം നടുവിൽ എനിക്ക് മുമ്പോട്ട് മുന്നേറിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ നദി. ആമേൻ. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന സമയത്ത്, വെളിപ്പാട് പുസ്തകത്തിൽ നാം 7 സഭകളെ കുറിച്ച് കാണുന്നു. ഈ 7 സഭകൾ മനോഹരമായിട്ട് ആരംഭിച്ച സഭകളാണ്. ഉന്നതമായിരിക്കുന്ന ആത്മീയ അനുഭവത്തിലും ദർശനത്തിലും ആരംഭിച്ചവയാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ആരംഭിച്ചവയാണ്. എന്നാൽ 7 സഭകളിൽ 5 സഭകളും ബഹുഭൂരിപക്ഷം സഭകളും ഇവരുടെ ആത്മീയമായിരിക്കുന്ന ചലനാത്മകത നഷ്ടപ്പെട്ടതായിട്ട് നാം കാണും. എഫെസോസിലെ സഭ ആദ്യ സ്നേഹം വിട്ടുപോയി. പെർഗമോസിലെ സഭ അവിടെ യേശുക്രിസ്തുവിലെ ആ ഫോക്കസ് നഷ്ടപ്പെട്ടു. കോംപ്രമൈസിംഗ് ആയി, മറ്റു പല ഉപദേശങ്ങളുടെ സ്വാധീനത്തിലേക്ക് വന്നു, അനുരഞ്ജനത്തിലേക്ക് വന്നു, കറപ്റ്റായി, മലയമസമായി തീർന്നു. സർദീസിലെ സഭ ജാതീയമായിരിക്കുന്ന ആചാരങ്ങൾ അതിൻ്റെ കൂടെ എടുത്തു.
യേശുക്രിസ്തുവിനുള്ള ഡിവോഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. തിയഥേരിയിലെ സഭ, സർദീസിലെ സഭ നിർജീവാവസ്ഥയിലുള്ള ഒരു സഭയായി തീർന്നു. ലോദിക്കയിലെ സഭ ബ്ലൈൻഡായി, അന്ധമായി തീർന്നു. തങ്ങൾക്കുള്ള എന്തൊക്കെയാണെന്നില്ലാത്ത കാര്യങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷെങ്കിൽ ലോദിക്കയിലെ സഭ തങ്ങളുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥ കാണാതെ അന്ധമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കായി തീർന്നു. ദേ ലോസ്റ്റ് ദെയർ മൂവിങ്. അവരുടെ ചലനാത്മകത അവർക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാലിൽ പെരുപ്പാണോ? നിങ്ങളുടെ ആത്മാവിൽ പക്ഷപാതം പിടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവ് ചലിക്കുന്ന ആത്മാവാണോ? ദൈവിക കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാവാണോ? നിങ്ങൾ തുടങ്ങിയിടത്തുനിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണോ? ആർ യു ഇൻ ദ മൂവ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ മുന്നേറ്റത്തിൽ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. സുവിശേഷം, അതിന്റെ ഊഷ്മളത, അതിന്റെ ഊർജം, അതിന്റെ സ്നേഹം, അതിന്റെ കൃപ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്നു. Let us stop. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവകൃപയുടെ ഊർജം, ദൈവകൃപയുടെ തള്ളൽ, ആത്മാവിന്റെ സ്നേഹത്തിന്റെ മുമ്പോട്ടുള്ള തിടുക്കം. Let us be in the move. ആ തിടുക്കത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ ആത്മാവ് തങ്ങി നിൽക്കുന്ന മയങ്ങിപ്പോയ തടസ്സപ്പെട്ട അനേകരെ കണ്ട് ദുഃഖിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. മനസാന്തരം കഴിയാത്തവരെ നോക്കി ദുഃഖിക്കുന്നു പറയട്ടെ. തീർന്നില്ല. അവരോട് കർത്താവ് ആ 7 സഭകളോടുള്ള ദൂതൽ പറഞ്ഞിരിക്കുന്ന കാര്യം, unless you repent, നിങ്ങൾക്ക് അനുതാപം ഉണ്ടായെങ്കിൽ I have nothing to do with you further. മുമ്പോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യുവാനായിട്ടില്ല. നിങ്ങൾക്കൊരു ക്രിസ്തീയ ഭാവിയില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല. ലോത്തിന്റെ ഭാര്യയെ പോലെ നിങ്ങളൊരു സ്തൂപമായി അവിടെ നിൽക്കത്തേ ഉള്ളൂ. But God's work, ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. He is looking for people who are willing to move on with God. ദൈവത്തോടൊപ്പം ചലിക്കുവാൻ, മുന്നേറുവാനുള്ളവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായിട്ടുള്ള ദിവസത്തിൽ God is leaving the challenge to you. ആ ആഹ്വാനം, ആ വെല്ലുവിളി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നയിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ മുട്ടുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ അതോടൊത്ത് വന്ന് തങ്ങി നിൽക്കരുത്, മുട്ടി നിൽക്കരുത്. നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവ് ചലനത്തിലെ ആത്മാവാണ്. ദൈവത്തിന്റെ സമ്പൂർണ്ണതയിലേക്ക്, മഹത്വത്തിലേക്ക്, ദൈവത്തിനുള്ള മനോഹര പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാൻ ഇസ്രായേൽ മക്കളെ ആദ്യം കടന്നു വന്ന ജനത്തോട് പറഞ്ഞ പോലെ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങളെ വിടുവിച്ച ശേഷം പാലും തേനും ഒഴുകുന്ന പുത്തൻ ദേശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ പുറപ്പെട്ട ശേഷം ഇടയ്ക്ക് വന്ന ഇടുക്കം, ഇടയ്ക്ക് വന്ന ഞെരുക്കം, ഇടയ്ക്ക് വന്ന തടസ്സം, ഇടയ്ക്ക് വന്ന ദുഃഖങ്ങൾ, ഇടയ്ക്ക് വന്ന പ്രതിസന്ധികൾ, ഡോണ്ട് സ്റ്റോപ്പ് ദേർ. നിങ്ങളവിടെ നിന്നുകൂടാ. എ ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും ഒഴുകുന്ന ദൈവം അന്ന് കാണിച്ച ദേശത്തേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Hallelujah. That I may enjoy all that is in the call of God. ദൈവത്തിന്റെ വിളിയിലുള്ള എല്ലാം എനിക്ക് അനുഭവിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവിലേക്ക് എനിക്ക് വരണം. ദൈവത്തിന്റെ പദ്ധതിയുടെ നിറവിലേക്ക് എനിക്ക് വരണം. യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലുള്ളതിലേക്ക് എനിക്ക് വരണം. I want to enjoy all that is in the life of Christ. യേശുക്രിസ്തുവിന്റെ ജീവനിലുള്ള സകലതും എനിക്ക് അനുഭവിക്കണം. Hallelujah. ദൈവത്തിന്റെ സഭയെ ഇന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 7 സഭകളുടെ കൂട്ടത്തിൽ ഫിലദൽഫിയ സഭ, സ്മിർനയിലെ സഭ, ഈ 2 സഭകൾ മുന്നേറിക്കൊണ്ടിരുന്ന സഭയാണ്. ആ കൂട്ടത്തിൽ വരുമോ നാം? പിന്മാറിപ്പോയ, സ്നേഹം നഷ്ടപ്പെട്ട, നിശ്ചലതയിലേക്ക് വന്ന ആ കൂട്ടത്തിലേക്ക് വരുന്നൊരനുഭവത്തിൽ നാം വരുമോ? ഹു ഈസ് ഹിയർ? ഇന്നതിന്റെ നടുവിൽ ഈ ആഹ്വാനം ഏറ്റെടുക്കുവാൻ ആരൊക്കെയുണ്ട്? ഐ വാണ്ട് ടു മൂവ് ഓൺ. എനിക്ക് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. All the plan and purpose of God, ദൈവത്തിന്റെ മുഴുവൻ പദ്ധതിയിലേക്കും എന്റെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കണം. ഭൂമിയിൽ എന്ത് നേടും എന്നുള്ളതല്ല, ഈ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എനിക്ക് നേടണമെന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. Amen.
ഹിഡൻ ട്രഷർ എന്ന ഈ പ്രോഗ്രാം കാണുവാൻ താങ്കൾ സമയം വേർതിരിച്ചതിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹിഡൻ ട്രഷർ എന്ന ഈ പ്രോഗ്രാം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 8 മണിക്ക് സ്പ്രിങ്സ് ഓഫ് ലൈഫ് എന്ന പേരിൽ മറ്റൊരു പ്രോഗ്രാം കൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ആ പ്രോഗ്രാം നിങ്ങൾക്ക് സഹായകരമായിരിക്കും.
മറക്കാതെ കാണുക. പാസ്റ്റർ രാജു എബനേസറിൻ്റെ സന്ദേശം വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.rajuebenezer.com എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ സന്ദേശം സംബന്ധിച്ചുള്ള താങ്കളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ ഞങ്ങളെ എഴുതിയറിയിക്കേണ്ട വിലാസം: ഹിഡൻ ട്രഷർ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, കെയർ സെൻറ്റർ, മരിയാത്തുരുത്ത് PO, കോട്ടയം. ഫോൺ നമ്പർ 0481655650. മൊബൈൽ 9846598704.